ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റായിട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പഴയൊരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്പൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം അല്ലെങ്കിൽ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, എന്നാലും അതൊരു ഫ്ലാസ്ക് ആണല്ലോ, കാണുമ്പോൾ അത് ഫ്ലാസ്കിനെ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ പെയിൻറ്റ് 2 കോട്ട് വെച്ചടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു നീറ്റായിട്ട് ആ ഫ്ലാസ്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ട്രാൻസ്ഫോർമർ ഷീറ്റാണ്. സ്വീറ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കുട്ടി കുട്ടി ഡിസൈൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്ലാസ്ക് മോളുടെ റൂമിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലവർ വൈസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. കുറച്ച് ഹാർട്ട് ഷേപ്പും പിന്നെ അതുപോലെ കുട്ടികളുടെ ഒരു ഡിസൈനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്താണോ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഡിസൈൻസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോർമർ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെറ്റീരിയലിൽ യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലാസ്, സ്റ്റീൽ, പ്ലാസ്റ്റിക്, വുഡ്, അതുപോലെ ഏത് മെറ്റീരിയലിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഡിസൈൻസൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം, അതുപോലെ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ പീസുമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ നമുക്ക് വേണ്ട ഡിസൈൻ്റെ മേലൊരു തിന്നായിട്ടുള്ളൊരു കവറിങ് ഉണ്ടാവും, ലാമിനേഷൻ ചെയ്ത പോലെയുള്ള. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്നിങ്ങനെ പീൽ ചെയ്തിട്ട് നമ്മൾ അത് എവിടെയാണോ നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ആദ്യം നമ്മളൊരു ഐഡിയ വേണം കേട്ടോ, നമ്മൾ എവിടേക്കാണ് ആദ്യം സ്റ്റിക്ക് ചെയ്യേണ്ടത്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ഡിസൈനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്, ആ ഒരു സൈസൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഭാഗത്തായിട്ട് ഇങ്ങനെ വിട്ടൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പോഞ്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ഡിസൈൻ്റെ മേലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡാബ് ചെയ്യുമ്പം ആ ഒരു സ്റ്റിക്കറിലുള്ള ഡിസൈൻ ഇങ്ങനെ പുറത്തോട്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ട്രാൻസ്ഫോർമർ ഷീറ്റൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടത് ക്രാഫ്റ്റേഴ്സ് കോർണർ എന്നാണ്. അപ്പം ക്രാഫ്റ്റേഴ്സ് കോർണർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് അടിപൊളിയായിട്ടുള്ള കുറേ ഡിസൈൻസൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളതും ഇല്ലാതെ ബർത്ത്ഡേക്ക് ഉള്ളതും വാലൻറ്റൈനുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസൊക്കെ ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ കയറിയിട്ടൊന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഡാബ് ചെയ്ത ഡിസൈനൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മേലുള്ള ഒരു വൈറ്റ് ഒരു പേപ്പർ ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ അതിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ ഒരു ഡിസൈൻ നമ്മളിങ്ങനെ ഒരു പ്രിൻ്റ് എടുത്ത പോലെ ഉണ്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ പോരാ. അപ്പോൾ ശരിക്കും ആ ഒരു പേപ്പർ സ്ലൈഡായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഡാബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ലൈഡായിട്ട് വരും. അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് ഇട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വേറെ എവിടെയും വെള്ളത്തിലും വാർണിഷിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എല്ലാ സൈഡിലേക്കായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് എയർ ബബിൾസൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നിങ്ങനെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ ഒരു ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ലൈറ്റ് ഗ്രീൻ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക് ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫോർമർ ഷീറ്റ് യൂസ് ചെയ്യാനായിട്ട്. ഭയങ്കര ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് വെള്ളം കൊണ്ട് ഡാബ് ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ഓരോ സ്റ്റിക്കേഴ്സും അതുപോലെ ട്രാൻസ്ഫോർമർ ഈ ഡെക്കോപ്പേജൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗ്ലൂ വേണം, അതുപോലെ ചുളികളൊക്കെ ഇല്ലാതൊക്കെ ചെയ്യേണ്ട. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വെള്ളവും അതുപോലെ ഒരു സ്പോഞ്ചൊക്കെ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു സെക്യൂർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വാർണിഷ് HCBCയുടെ വാർണിഷാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാർണിഷ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും അത് ഒന്ന് വാർണിഷൊക്കെ ഒരു 1-2 കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ വേസ്റ്റാക്കി കളഞ്ഞിട്ടുള്ള ആ ഒരു പഴയൊരു ഫ്ലാസ്ക് നമ്മൾ നല്ല കിടലിനായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ റൂമിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമർ ഷീറ്റ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇനി പ്രോപ്പറായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്
പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.